മറ്റ് വാർത്തകളിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ഒഴിവാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവയുടെ വില കുത്തനെ കൂട്ടുന്നത് US ടെക് കമ്പനികളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് തീരുമാനത്തിന് പിന്നിൽ. തീരുവ ഇളവ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ബാധകമാണ്. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു. സോന, പുതിയ തീരുമാനങ്ങളുമായി ട്രംപ് മുന്നോട്ട് വരികയാണ്. തീർച്ചയായും വൃന്ദ, ഇന്നലെ പോസ്റ്റ് ചെയ്ത US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അറിയിപ്പ് പ്രകാരമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ എന്നിവയ്ക്കെല്ലാം അമേരിക്ക പകര ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഏപ്രിൽ 5 മുമ്പ് അമേരിക്കയിലേക്ക് എത്തിയ ഇതുപോലുള്ള സ്മാർട്ട് ഫോണിനും അതുപോലെ സ്മാർട്ട് ഫോണിനും മറ്റും ഇതേ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 10% അടിസ്ഥാന തീരുവയാണ് അമേരിക്കൻ ഭരണകൂടം കുറച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഏറ്റവും കൂടുതൽ ഇതിൽ പകരച്ചുങ്കം വെച്ചിരിക്കുന്നത് ചൈനയ്ക്കാണ്. ചൈനയ്ക്കും ഇളവ് ബാധകമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്നാൽ അമേരിക്കയ്ക്കും അതായത് US ടെക് കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ വില കൂടുന്നുണ്ട്. അത് ചൈനയിൽ നിന്നാണ് ഏകദേശം കൂടുതൽ ഐഫോണുകളും മറ്റും സാമഗ്രികളും മറ്റും ഉൽപ്പാദനം ചെയ്യുന്നത്. അപ്പം ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക ചുങ്കം ഇതിനൊരു തിരിച്ചടിയാകുമെന്ന കാരണത്താലാണ് ഇപ്പോൾ ചൈനയ്ക്കും ഈ ഒരു ഇളവ് കൊടുത്തിരിക്കുന്നത് ട്രംപ് ഭരണകൂടം. ഐഫോണിൻ്റെ ഏറ്റവും വലിയ വിപണി US ആണ്. മാത്രമല്ല, ഇതിൽ ഉൽപ്പാദനം ഏറ്റവും കൂടുതലുള്ളതും ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ US ടെക് കമ്പനികൾക്ക് ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെ ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം അമേരിക്കൻ ഭരണകൂടം കൊണ്ടുവച്ചിരിക്കുന്നത്. ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. അതാണ് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകൾക്കും മറ്റുമുള്ള ഈ തീരുമാനമാണ് അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്കും ഇളവ് ലഭിച്ചിരിക്കുന്നത്. അവരെന്താ ശരി സോന.